ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട ഷംഷാദ് ബഷീർ ഈ 56-ാമത്തെ വയസ്സിൽ വളരെ അഭിമാനപരമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. PhD നേടിക്കൊണ്ട് നമുക്ക് ഒരു പ്രചോദനം തരുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ ഷാജിയുടെ മകൻ സൗഫാൻ ദേശീയ തലത്തിൽ ബോക്സിംഗ്, തായ് ബോക്സിങ്ങിൽ സ്വർണം നേടിക്കൊണ്ട് അദ്ദേഹവും അവാർഡിന് അർഹതയായിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവാർഡ് യാക്കൂബ് ഏറ്റുവാണ്. സുധമാഷെ അവാർഡ് കൊടുക്കുന്നതിന് ക്ഷണിക്കുന്നു. രമണൻ്റെ കവിതയുടെ റിവ്യൂവിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ പോൺസൺ താണിക്കൽ അവരെ ക്ഷണിച്ചു. വേദിയിലെ ബഹുമാന്യരെ, സദസ്സിലെ ബഹുമാന്യരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല, പ്രസംഗം കേൾക്കാനാണ് എനിക്ക് ഇഷ്ടം. രമണന് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ഈ സംഘടനയുടെ ഭാരവാഹികൾ, അംഗങ്ങൾ, അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. രമണനൊരു സാധു മനുഷ്യൻ. കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അത് സംഭവിച്ചു. അതിനെ രമണനെ സഹായിച്ച എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ അരിയൻ വലിയ പുരക്കൻ ഇവിടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്ന ഇത് ഡിസൈൻ ചെയ്യലൊക്കെ അരിയനാണ്. രമണൻ എഴുതും, അത് ഡിസൈൻ ചെയ്യുന്ന അരിയൻ വലിയ പുരക്കലാണ്. അപ്പോൾ ഞങ്ങളുടെ വലിയൊരു കൂട്ടായ്മയുണ്ട്, മുഖം ഗ്രാമീണ നാടകവേദി, ചേറ്റുപുഴ, തൃശ്ശൂർ. അപ്പോൾ അതിൽ ഒരു മാസികയുണ്ട്, 2 മാസം കൂടുമ്പോൾ ഇറക്കുന്നൊരു മാസിക. അതിൽ രമണൻ പലതവണ കവിത, കഥ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് വായിക്കാറുള്ളത്. അപ്പോൾ രമണനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ സംഘടന ഇന്ന് ചെയ്ത ഈ നന്ദി നിറഞ്ഞ പ്രവർത്തനത്തെ പ്രത്യേകം വിലയിരുത്തുന്നു. ശിവജി ഗുരുവായൂരും ചാക്കോടി എന്തുക്കളൊക്കെ ധാരാളം സംസാരിച്ചു. ഇത് ഞാനും ഒരു പ്രസംഗത്തിന് മുതലെന്നില്ല. ഇങ്ങനെ എനിക്ക് രമണൻ്റെ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനുള്ള അവസരം തന്നതിന് എല്ലാവർക്കും ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി തിയോ ഒരു ഗാനം ആലപിക്കുന്നതായിരുന്നു.